ഇറങ്ങിയിരുന്നത് ഞാൻ ഈ പരിപാടി. നമ്മളൊരു 10 മിനിറ്റ് കൂടെ വെളിയിൽ നിന്നായിരുന്നു, നമുക്ക് സ്നോഫോള് കാണാമായിരുന്നു. ഈ വെള്ളത്തിലൊക്കെ വീണുള്ള അവസ്ഥ തണുത്ത് കൈ കണ്ടോ, തണുത്തിട്ട് ഇത്ര ഹൈറ്റേ ഉള്ളൂ. കൈയൊക്കെ തണുത്തിട്ടാണ് എനിക്ക് ഒട്ടും വയ്യ. ഹായ് ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്കങ്ങനെ വ്ളോഗ് ചെയ്യാനൊന്നും അറിയത്തില്ല. ചുമ്മാ എന്നോട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ചുമ്മാ വ്ളോഗ് ചെയ്യും. അപ്പോൾ എനിക്കാണെ ക്യാമറ നോക്കി സംസാരിക്കാൻ പോലും വയ്യ. ഉറക്കം എണീച്ച് എൻ്റെ കണ്ണൊക്കെ കണ്ടോ ചുമന്ന് തുടുത്തിരിക്കുക. ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്. ഇപ്പം ഞങ്ങൾ അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഓസ്ട്രിയ വരെ പോകാമെന്ന്. ഞാൻ ചോദിച്ചു, എടാ എങ്ങനെ ഓസ്ട്രിയ വരെ പോകുന്നത് ദൂരമല്ലേ? അപ്പോൾ അവൻ പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ലടാ, അവൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഭയങ്കര നേരത്തെ എടുത്തോണ്ട് എനിക്കൊന്ന് അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടി. ലൈക്ക് 40 യൂറോ എന്തോ, എനിക്കറിയില്ല കറക്റ്റ്. അപ്പം എന്തായാലും ഞാൻ രാവിലെ ഒരുങ്ങിയിട്ട് നടക്കുകയാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ ഉണ്ടോ? അപ്പം ഇതാണ് ഞാൻ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. നാട്ടിലെ ഹോസ്റ്റലല്ലേ, അതുപോലെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണിത്. അപ്പം നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളും കിട്ടും. അത്യാവശ്യം റെൻറ്റ് കുറവായിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെ ഫുള്ള് ആക്ച്വലി ഇവിടെ എപ്പോഴും ഇങ്ങനെ മഞ്ഞ് പെയ്യത്തില്ല. ഇവിടെ പെയ്യുവാണെങ്കിൽ ഇങ്ങനെ 3-4 ദിവസം കാണും. അതെന്തായാലും ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ്. അല്ലാണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ മഞ്ഞൊന്നുമില്ല. വർഷത്തിൽ 1-2 വട്ടമൊക്കെ ഉള്ളത് ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നത്. പക്ഷേ ഇവിടെ തണുപ്പ് കാണും, നല്ല തണുപ്പാണ്, മൈനസ് കാണും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മഴയായിരിക്കും. എപ്പോഴും മഴയാണ്. മഞ്ഞാണേലും മഴ, വെയിലാണേലും മഴ. എന്തായാലും മഴയാണേലും മഴ, എല്ലാപ്പം മഴയായിരിക്കും. ഈ സാധനം കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഊബർ ബുക്ക് ചെയ്യുന്ന പോലെയൊക്കെ ഈ സാധനം ബുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിന് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് വരും. അത്യാവശ്യം നല്ല പൈസയാണ്. അത്യാവശ്യം പൈസയില്ല, നമ്മളിങ്ങനെ പ്ലാനുകളൊക്കെ എടുത്ത് അത്യാവശ്യം ലാഭമാണ്. നമ്മൾ എപ്പോഴും എടുക്കുന്നില്ല, ഇത് ഇച്ചിരി നഷ്ടമാണ്. കാരണം 1 യൂറോ 2 യൂറോ ഒക്കെ ആവും ഒരു റൈഡിന്. അതിപ്പം കുറച്ച് ദൂരം പോയാലും അത്രയൊക്കെ ആവും. പക്ഷേ ഇപ്പം മഞ്ഞത്ത് ഇത് അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല, തെന്നി അടിച്ച് താഴെ വീഴും. ഞാൻ 2-3 വരെ വീണിട്ടുണ്ട്. നമ്മുടെയൊക്കെ അവിടെ സ്കൂട്ടറുകളല്ലേ ഫേമസ് അത്രയും. ഇവിടെ സൈക്കിളാണ്. ഇവിടെ മിക്കവാറും വിൻ്ററിലധികം സൈക്കിൾ ഉപയോഗിക്കത്തില്ലെങ്കിൽ സമ്മറിൽ ഫുള്ള് ഇവർ സൈക്കിളിൻ്റെ പരിപാടിയാണ്. കാരണം ഇവിടുത്തെ റോഡിലും കാര്യങ്ങളും എല്ലാം സൈക്കിളിന് വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലൈനായാലും ട്രാഫിക് റൂൾസ് ആയാലും സൈക്കിളിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന. അപ്പോൾ ഒരുപാട് സൈക്കിൾസ് ഉണ്ട്, ഇലക്ട്രിക് സൈക്കിൾസ് ഉണ്ട്, അല്ലാത്ത സൈക്കിൾസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. പോകുന്ന വഴി കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ബ്രെഡും കുറച്ച് അങ്ങനെ കുടിക്കുന്ന കുറച്ച് സാധനം, പിന്നെ ഈ സാധനം എനിക്കിപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ചെറിയ ബ്രെഡ് പോലത്തെ ഒരു സാധനമാണ്. അപ്പം അത് ഞാൻ കഴിക്കും. എന്നിട്ടിനി അവൻ്റെ റൂമിലോട്ട് പോകണം. ഇതാണ് അവൻ്റെ റൂം. അവനിപ്പം താഴോട്ട് വരാമെന്ന് പറഞ്ഞു. ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞവൻ. ബെഡിങ് കിടക്കേട്ടൊക്കെ വരുക. ഇതാണ് ഗായ്സ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം നമ്മൾ എയർപോർട്ടിലോട്ട് പോവുക. ഇവിടുന്ന് 5:20 ഫ്ലൈറ്റ്. നമ്മൾ 5:20 ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടെ ഒരു 2.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതിലേതോ ഒരു പ്ലെയിനിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് റയാനെയറിലാണ്. അപ്പോൾ ഈ പ്ലെയിൻ അല്ല, എനിക്കറിയില്ല. നോക്കാം, റയാനെയർ നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളകത്ത് കയറി. എൻ്റെ ഒരു പോൺസിൻ്റെ ക്രീമും 2 സ്പ്രേയും അമ്മമാർ കൊണ്ടുപോയി. നാട്ടിൽ നിന്ന് പുള്ളി 2 മാസം ഇരുന്ന് ഓർഡർ ചെയ്തൊക്കെ വരുത്തിച്ച പോൺസാണ്. അത് അമ്മമാർ എടുത്തുകൊണ്ട് പോയി. 150 മില്ലിയെ പറ്റത്തുള്ള ഇവൻ്റെ പോൺസ് കൊണ്ട് അവിടെ എല്ലാവരും ഓടി കിടക്കുമായിരുന്നു. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് വലിയൊരു ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു അവൻ്റെ പോൺസ് കയറ്റാൻ പറ്റത്തില്ലെന്ന്. പുള്ളി അതിൻ്റെ സങ്കടത്തേക്ക് നടക്കുക. അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അറിയത്തില്ല റയാനെയറിൽ എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും. ആദ്യമായിട്ടാണ് റയാനെയറിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ബാക്കി ഫ്ലൈറ്റ് കയറിയിട്ട് പറയാം. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അവിടെ ഫുള്ള് തിരക്കായിട്ട് നമ്മൾ വേറൊരു ക്യാബിന് വന്നിരിക്കുക. ഇതിന് ശേഷം കുറേ ഡിലേ ആയി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഫ്ലൈറ്റ് കിട്ടിയത്. അവർ ഫ്ലൈറ്റ് കഴുകുന്നുണ്ടോ? ഈ ഫ്ലൈറ്റ് കഴുകി
കുറേ ടൈം എടുത്ത്. അങ്ങനെയാണ് ഇത്ര ഡിലേ ആയത്. ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. മരുന്നൊന്നും ഇതെടുക്കുന്ന ഒരു ലക്ഷണമില്ല. നല്ല സ്നോഫോളുണ്ട്, വെളിയിൽ നല്ല സ്നോഫോളുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് കൂടെ വെളിയിൽ നിന്നിറങ്ങി നമുക്ക് ആ സ്നോഫോൾ കാണാമായിരുന്നു. ഇപ്പം സ്നോഫോളൊന്നുമില്ല. ഇവനേതോ ഉടുക്ക് ട്രെയിനൊക്കെ എടുത്ത്, ട്രെയിനല്ല ഫ്ലൈറ്റ് എടുത്തിട്ട് 4 മണിക്കൂർ ജർമ്മനിയിലെ KSRTC കയറിയിട്ട് 4 മണിക്കൂർ ഇപ്പോൾ വെളിയിക്കുക മഞ്ഞ് കൊണ്ട്. അപ്പോൾ നമ്മൾ വിയറ്റ്നാം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തോന്ന് അറിയത്തില്ല. അവൻ പറഞ്ഞത് ട്രെയിനൊക്കെ പിടിച്ച് പോകണമെന്ന്. നോക്കാം. ഫ്ലൈറ്റ് 1.5 മണിക്കൂറേ ഉള്ളായിരുന്നു. വലിയ സീനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് വിയറ്റ്നാം എയർപോർട്ട്. ഇവനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓസ്ട്രിയയിലെ ഡബിൾ ഡെക്കർ ട്രെയിൻ. മോസ്റ്റ്ലി ഉള്ള ജർമ്മനിയിൽ ഇങ്ങനത്തെ ട്രെയിനാണ്. പക്ഷെ എന്നാലും കളർ വ്യത്യാസമുണ്ട്. ജർമ്മൻ ട്രെയിൻസിൻ്റെ കളറും ട്രെയിനിൻ്റെ കളറും വ്യത്യാസമുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത പക്ഷേ ഈ ട്രെയിനില്ല. OBB എന്തോ പറഞ്ഞു അങ്ങനത്തെ വ്യത്യസ്തമായിട്ട് ഈ ട്രെയിനാണ്. 8 മണിയായി. നമുക്ക് 8:22-നാണ് ട്രെയിൻ വിടുന്നുള്ളത്. അപ്പോൾ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ അവിടെ എവിടെയൊക്കെ ഇരുന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഈ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ഇത് ഫുള്ള് ജർമ്മനല്ല, എനിക്കൊന്നും അറിയില്ല. ഉമ്മാരാണ് ഇംഗ്ലീഷിൽ അനൗൺസും ചെയ്യില്ല. വളരെ റെയറായിട്ടാണ് ഇംഗ്ലീഷിൽ അനൗൺസ് ചെയ്താലായി. നോക്കാം. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പുറത്ത് ഇറങ്ങിയേക്കാണ് ഫുഡ് കഴിക്കാൻ. ഇവിടെ ഭയങ്കര കാറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് കളയുന്നമാര്. കാറ്റടിച്ചിട്ട് നമ്മളൊരു സൈഡിലോട്ടങ്ങ് പോകും. അമ്മാതിരി കാറ്റാണ്. ഇപ്പം നമ്മൾ കഴിക്കാൻ പുറത്തെവിടെയെങ്കിലും സ്ഥലമുണ്ടോ നോക്കി ഇറങ്ങിയതാണ്. മെക്ടി നോക്കി. പക്ഷേ മെക്ടി ഒരു 1 കിലോമീറ്റർ മേളിൽ പോകണം. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടായിട്ടാണ് തലയിൽ കൂടി ഇട്ടേക്കുന്നത്. നോർമലി ഞാൻ ഇവിടെ നടക്കുമ്പോൾ ഈ തലയിൽ കൂടി സാധനം ഇട്ടുകൊണ്ടേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെവിക്കകത്ത് കാറ്റടിച്ചാൽ പിറ്റേ ദിവസം പനി ഉറപ്പാണ്. നമ്മൾ ആ മെക്ടി കിട്ടിയിട്ടുണ്ട്. ഇനി മെക്ടിയിലോട്ട് നടന്നു പോവാം. ഇത് കുറച്ച് ദൂരം നടക്കാറുണ്ട്. അപ്പോൾ ഇനി മെക്ടി കയറി എന്തെങ്കിലും കഴിക്കണം. ഇവിടുത്തെ ട്രാമാണ് കിടക്കുന്നത്. നാട്ടിലൊക്കെ ഉള്ള സമയത്ത് മെക്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കയറാറൊന്നുമില്ലല്ലോ. ലൈക്ക് ഒരുപാട് പൈസയൊക്കെ അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാൽ ഇവിടുത്തെ മെക്ടിയിലാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത്. കാരണം നമുക്ക് അഫോർഡബിളായിട്ട് ഒന്നെങ്കിൽ മെക്ടി കയറാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഡോണർ ഷോപ്പുകൾ, അതൊക്കെയാണ് നമുക്ക് അഫോർഡബിളായിട്ടുള്ളത്. അല്ലാത്തതിനെല്ലാം നല്ല ഫുഡിന് ഇവിടുത്തെ ജർമ്മൻ ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ ജർമ്മനും ഓസ്ട്രിയ ഫുഡൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരും. അപ്പം നമുക്ക് പൈസ ലാഭിച്ച് കഴിക്കാനാണെങ്കിൽ ഇതുള്ള മെക്ടി അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഷവർമയില്ലേ അതുപോലത്തെ കടകളൊക്കെ, അതൊക്കെയാണ് ഇച്ചിരി നല്ലത്. ഗായ്സ്, നമ്മളങ്ങനെ മെക്ടി കണ്ടുപിടിച്ചിരിക്കുന്നു. കുറേ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടാണ് മെക്ടി കണ്ടുപിടിച്ചത്. ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് നമുക്കറിയായിരുന്നു. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ വന്നപ്പം പക്ഷേ നമ്മുടെ ജർമ്മനിയിലുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സ്മാർട്ട് മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ജർമ്മനിയിലുണ്ട്. ആ സാധനം ഇവിടെ ഇല്ല. അതാകുമ്പോൾ നമുക്ക് 6 രൂപയ്ക്ക് 2 ബർഗർ കിട്ടുന്നു. പക്ഷേ ആ സംഭവം ഇവിടെ മേടിച്ചത് 2 ചിക്കൻ ബർഗർ മേടിച്ചു, ഒരു നഗറ്റ്സ് മേടിച്ചു, പിന്നെ 2 കോള, ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു. ഒട്ടുക്കത്തെ കാര്യം അതൊന്നും വന്ന കാര്യം കണ്ട. എൻ്റെ മുടിയൊക്കെ ഏതോ സൈഡിൽ പോയി. എങ്ങനെയായിരുന്നു ഞാനാ ഈ പരിവായി. ഇനി തിരിച്ച് റൂമിലോട്ട് പോവാം. എന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ 7:30-ക്കാണ് ഇവിടുന്ന് ട്രെയിൻ ഏതോ ഒരു സ്ഥലത്തോട്ട്. സ്ഥലം ഞാൻ നാളെ രാവിലെ പറയാം, എനിക്കിപ്പോൾ അറിയത്തില്ല. എന്നിട്ട് ആ ട്രെയിനിൽ കയറി 7:30-ക്ക് എണീക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അല്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല, അല്ലെങ്കിൽ എണീക്കണം. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എണീക്കാം, നോക്കാം. അവരെന്നെ ഇട്ടിട്ട് പോയി, ഞാൻ അവരുടെ പുറകോട്ട്. എനിക്ക് പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളും ഒന്നും
അങ്ങനെ ഇങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അതുകൊണ്ട് ഗൈസ് രാവിലെ കാണാം. രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഒടുക്കത്തെ കാറ്റും തണുപ്പുക. കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റ്. എന്നിട്ട് നമ്മൾ ഞാൻ സൈഡ് ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഉള്ള സാധനമല്ല ഞാൻ ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ കുത്തി കയറ്റി. ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ 7:55 ട്രെയിനായിരുന്നു പോകേണ്ടത്. നമ്മൾ ഓടിച്ചെന്നപ്പോഴത്തേക്ക് അത് ജസ്റ്റ് മിസ്സിന് പോയി. ജസ്റ്റ് മിസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്ത് ഞങ്ങൾ കുറേ കൊട്ടിയൊക്കെ നോക്കി. പക്ഷേ നമ്മൾ വിചാരിച്ച ജർമ്മനിയിലെ പോലെ എന്തായാലും ട്രെയിൻ ലേറ്റായിട്ടേ എടുക്കത്തുള്ളൂ. ലൈക്ക് ജർമ്മനിയിലാണ് 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ചിലപ്പോൾ ഡിലേ ആവും. ഐസാണെങ്കിലും എല്ലാം അങ്ങനെ ഡിലേ ആവുന്നതാണ്. നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ ഇത് കറക്റ്റ് ടൈമിനെടുത്ത് 55 തന്നെ ട്രെയിൻ എടുത്ത് അവിടുന്ന്. അപ്പം ഞാൻ എന്നിട്ട് ടിക്കറ്റും കൊണ്ട് ഇവിടുത്തെ കൗണ്ടറിൽ ചെന്നിട്ട് റീഫണ്ടോ കാര്യങ്ങളോ എല്ലാം കിട്ടുമെന്ന് വെച്ചിട്ട് ചെന്നിട്ട് പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര മോഡാണ്. ഞാൻ എന്നോട് ചോദിച്ചു ഇങ്ങനെ ടിക്കറ്റ് മാറ്റി തരാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരാമോന്ന്. പുള്ളി പറയാം നടക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇവിടുന്ന് വരുവാണ്. പുള്ളി പറഞ്ഞ് ഇവിടുന്ന് വന്നാലും നടക്കത്തില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ വേറെ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഒന്നാമത് 150 യൂറോയായിരുന്നു ടിക്കറ്റിന്, എനിക്ക് 3 പേർക്ക് കൂടെ. ഇപ്പം അത് 180 ഇനി 3 ടിക്കറ്റ് എടുക്കണേ, ഒരാൾ 60 യൂറോ വെച്ച് എടുക്കണം. പക്ഷേ എന്തായാലും നമുക്കവിടെ പോകേണ്ടിയുണ്ട്. നമ്മളെന്തായാലും ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചു. വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അല്ലാണ്ട് കണക്ഷൻ ട്രെയിന് പോയാലും ആ റേറ്റൊക്കെ ആവും, തന്നെയല്ല നല്ല ടൈമും എടുക്കും. അപ്പം ഇതിന് തന്നെ പോകുന്നതാണ് ലാഭമെന്ന് വെച്ച് ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. ഗൈസ്, ഇത് കണ്ടോ ട്രെയിൻ പോകുന്ന സ്പീഡ് കണ്ടോ? 190, ഇടയ്ക്ക് 210 കയറിയായിരുന്നു. ഇപ്പം 190 പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ നോർമൽ സ്പീഡാണ്. എനിക്ക് തോന്നുന്ന ഫാസ്റ്റ് ട്രെയിൻ ആണെന്ന്. 200 അടിച്ചു. നമുക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി ഇത്തവണ, ഞാൻ പറയാം. അപ്പം ഇതാണ് പുറത്തെ കാഴ്ചകൾ. ദൂരെ കുറേ വരുന്നൊക്കെ കാണാം. ഇപ്പോൾ പക്ഷേ ഫുള്ള് സ്നോയിൽ കവർ ചെയ്തിട്ട് കിടക്കുക. ഈ സ്നോ റെയിൽപാളമൊക്കെ നോക്കി ഫുള്ള് അങ്ങനെ തന്നെ സ്നോയിലാണ് കിടക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബാരിയർ ഇട്ടിട്ടുണ്ട് 2 റെയിൽ ട്രാക്കിൻ്റെ ഇടയിൽ. കൂടുതൽ സ്ഥലത്തും അങ്ങനെ ബാരിയറുണ്ട്. പക്ഷേ ജർമ്മനിയിൽ ഈ ഒരു ബാരിയർ അങ്ങനെ ഭയങ്കര റെയറായിട്ടാണ് കാണുന്നത്. ഈ കാണുന്ന ബാരിയർ ഭയങ്കര റെയറായിട്ടാണ് ജർമ്മനി കാണുന്നത്. പക്ഷേ ഇവിടെ അത് ഇടയ്ക്കിടയ്ക്ക് അവർ കേട്ടിട്ടുണ്ട്. ഹൈ സ്പീഡ് ട്രാക്ക് ആയതുണ്ടാവും, അറിയില്ല. നമ്മളിപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഒരു 11:30 ആകുമ്പോഴാണ് നമ്മുടെ സ്ഥലത്ത് എത്തുന്നത്. പക്ഷേ ഇത് ട്രാൻസ്ഫർ ഉണ്ട്. നമുക്ക് ആദ്യമുള്ള ട്രെയിന് ഡയറക്റ്റ് ട്രെയിനായിരുന്നു. ഇത് ട്രാൻസ്ഫർ കാണിക്കുന്നുണ്ട്. ഇപ്പം ആണ് ട്രെയിൻ. ഇപ്പോൾ നമ്മളിരിക്കുന്നത് എക്കോണമി ക്ലാസ്സിലാണ്. അപ്പുറത്ത് ഫസ്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല പ്രൈസാവും. ഇതിലാണ് ഇരിക്കുന്നത്. ഇതുണ്ട് ഇപ്പോൾ 190 ഈ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇപ്പം നമ്മൾ നമ്മുടെ ഗിംബൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക, വർക്കാവുന്നുണ്ടോന്ന്. വർക്കാവുന്നുണ്ട് ഗൈസ്. 2 എണ്ണം ഇവിടെ ഇരിക്കുന്ന, ഒരു പണിയില്ല, ഒന്നും ചെയ്യൂല. എന്താ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ തോന്നുന്നു. ട്രെയിനിലാണ് കിട്ടില്ല. അടുത്തവൻ എന്ത് ചെയ്യാൻ നോക്കാം. ഇവനെന്ത് ചെയ്യാം? 9:58 ഇൻസ്റ്റാഗ്രാമിൽ ആർക്കും മെസ്സേജ് എനിക്കറിയില്ല. പുറത്ത് നല്ല സ്നോഫാളുണ്ട്, കാറ്റുമുണ്ട്. ഇതാ ഇതിവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ട് നൈസ്. നല്ല സ്നോ, അതൊന്നും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നല്ല സ്നോഫാളുണ്ട് വെളിയിൽ. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഹാൾസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രിയയിലെ ഒരു വില്ലേജാണ്. ഇത് സത്യം പറഞ്ഞാൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിവറിൻ്റെ സൈഡിലാണ്. അപ്പം ഹോൾസ്റ്റാറ്റ് ഒരു റിവർ ബാങ്ക് വില്ലേജ് പോലെയാണ്. ഹോൾസ്റ്റാറ്റ് സീയുടെയും ആൽപ്സിൻ്റെ ഇടയിൽ. ആൽപ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മൗണ്ടനാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അതിന് രണ്ടിൻ്റെ ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ഓസ്ട്രിയൻ വില്ലേജാണ്. അപ്പം അവിടെ ഇതെന്ന് പറയുന്നത് യുനെസ്കോയുടെ പട്ടികയിലൊക്കെ
പ്രൊട്ടക്റ്റഡ് ചെയ്തപ്പെട്ട ഒരു വില്ലേജാണ്. അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ അവിടെ ഒരു -13 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പുറത്ത്. ഇതുണ്ടോ, ഇത്രയും മഞ്ഞാണ്. ആക്ച്വലി ഒരു ഗ്രീൻ ഫീൽഡ് പോലെ ഇരിക്കും, പക്ഷെ ഇതിപ്പം ഫുള്ള് മഞ്ഞായിട്ട് ഫുള്ള് വൈറ്റ് അങ്ങനെ കിടക്കാണ്. ഇന്നലത്തെ ഉറക്കമൊന്നും അത്ര ശരിയായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടോമിൽ കിടന്നില്ലെന്ന് പറഞ്ഞില്ലേ, അത് 2 നിലയായിട്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ അകത്ത് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാന്ന് വെച്ചാൽ അവർക്ക് ഡിസ്കംഫർട്ടാവും എന്ന രീതിയിലാണ്. ഇവിടെ അങ്ങനെ പ്രൈവസിക്ക് നല്ല റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്നൊരു സ്ഥലം. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വെച്ച് അവരുടെ വീഡിയോ ഒന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരുടെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കുന്നത്. അപ്പം നമ്മുടെ മറ്റേ ഡബിൾ കോട്ട് കട്ടിലാണ്. അപ്പം മേളിൽ ആൾക്കാരുണ്ട്, താഴെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ താഴെ കിടന്നത്. അപ്പം ഇവിടെ ഇതിലൊരുത്തൻ അപ്പുറത്തെ ഒരുത്തന്നെ, ഇത് രാജിക്കാരനൊന്നും ഇതില്ല, രാത്രി കിടന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുമായിരുന്നു. ഹല്ലേലൂയ അവൻ്റെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പറയുമായിരുന്നു. അവൻ ആരോട് നല്ല വൈരാഗ്യമുണ്ട്, എന്തൊക്കെയോ സംസാരിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളോട് കാര്യം പറയാമെന്ന് പറഞ്ഞ് രാത്രി എണീറ്റ് നോക്കുമ്പം അത് വേറെ ആരോടൊക്കെ തന്നെ കാര്യം പറഞ്ഞ് കിടക്കുക. അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായില്ല. ഡാൾസ്റ്റാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ളൊരു സ്ഥലമാണ്. 1997 ഇവർക്കിത് യുനെസ്കോയിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ വളരെ സ്മോൾ പോപ്പുലേഷൻ, 800-900 ആൾക്കാരെ അവിടെ ഉള്ളൂ. അതൊരു കാർ ഫ്രീ സോണാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളേരിയയിലൊന്നും അങ്ങനെ കാറുകളും കാര്യങ്ങളൊന്നും കയറ്റി വിടില്ല. കാരണം നമുക്ക് ആ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇതേ സൈസുള്ള റെപ്ലിക്ക നമുക്ക് ചൈനയിലുണ്ട്. അതായത് ഈ ഓസ്ട്രിയൻ വില്ലേജിൻ്റെ സെയിം ഒരു റെപ്ലിക്ക അവർ ചൈനയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ അറിയാലോ ഇത് എത്ര ഫേമസ് ആണ്. ഇവിടുത്തെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജ് അല്ല, ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7000 വർഷം പഴക്കമുള്ളൊരു സോൾട്ട് മൈൻ ഉണ്ട്. അതായത് സത്യം പറഞ്ഞാൽ 7000 വർഷം എന്നൊക്കെ പറയുമ്പം മറിച്ച് നോക്ക്, 7000 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പഴക്കമുള്ളൊരു സോൾട്ട് മൈൻ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അവരുടെ അന്നത്തെ ഉപജീവന മാർഗം ഈ സോൾട്ട് പ്രൊഡക്ഷൻ ആയിരുന്നു. ആ ഒരു നമ്മൾ എത്തേണ്ട സ്റ്റേഷനായെന്ന് തോന്നുന്നു. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. നമ്മളതിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പിൻ്റെ പേര് വായിക്കട്ടെ, മാറി എന്താ എഴുതിക്കുന്നത്? അറ്റനും പുഞ്ച. ഈ പുഞ്ചയിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. പുഞ്ചയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രെയിൻ കയറാം. ഇവിടുത്തെ വാഷ്റൂമാണിത്. ഇവിടുത്തെ വാഷ്റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ്, വളരെ ചെറുതാണ്, പക്ഷെ നല്ല നീറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഒരു വാഷ് ബേസിനുണ്ട്, മിററ്, പിന്നെ ഒരു ടോയ്ലറ്റ്, ടിഷ്യൂ കാര്യങ്ങൾ. സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, ഇതിൻ്റെ അകത്തിരുന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇതാണ് OBBൻ്റെ വാഷ്റൂം. OBBയുടെ തറയിലാണ്. ഗൈസ്, നമ്മളപ്പോൾ അടുത്ത ട്രെയിൻ കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ മറ്റേൻ്റെ അത്രയും മഞ്ഞില്ല, ചെറിയ സ്നോഫാൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ഇങ്ങനെ സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ ചെറുതായിട്ടുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്ത് സ്നോഫാൾ ഉണ്ടെന്ന് വിശ്വസിക്കാം. ഇവനൊക്കെ എന്തായാലും ട്രിപ്പ് പോകുമ്പം ആരോടും പറയാതൊക്കെയാണ് പോകുന്നത്. അതൊക്കെ ഞാൻ എന്തോ ഉണ്ടെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ഇവൻ വീട്ടിൽ പറയാതൊക്കെയാണ് ഓരോ സ്ഥലത്ത് പോകുന്നത്. ഓരോ ട്രെയിൻ കയറും, അതിൽ കയറി ഇരിക്കും, എത്തുന്നിടത്ത് എത്തും, പിന്നെ എപ്പോഴേലും ഒക്കെ തിരിച്ചു വരും. എന്ത് ലൈഫാണ്. കഥ പറ. ഇവിടെ ഒരു വീട്ടിൽ ബോട്ട് കിടക്കുന്നത്, ഇതിൻ്റെ അപ്പുറത്ത് ഒരു റിവറുണ്ട്. അപ്പോൾ ഇവർ ഈ ബോട്ട് ട്രക്കിലോ വല്ലതും കൊണ്ടുപോയി അതിനായിട്ട് ഉപയോഗിക്കും. ഇതൊരു നോർമൽ ഹൗസാണെന്ന് തോന്നുന്നു. അവിടെ ബോട്ടും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ സെറ്റാക്കി ഇടും. നമ്മുടെ നാട്ടിൽ കാറൊക്കെ ഇട്ടേക്കുന്ന പോലെ അവർ ബോട്ട് ഇട്ടേക്കുന്നു. കൊള്ളാം, വ്യത്യസ്തമായൊരിതുണ്ട്.
10 euro കൊടുത്ത് മേടിച്ചൊരു ജാക്കറ്റ് ഇവളത് മൊത്തം വലിച്ചു കയറി. ഫർഷകനൊന്നുമല്ല, ഇത് ഫർഷകനല്ല, ഇത് ഞാൻ പൈസ കൊടുത്തിട്ട് അവൻ ഫർഷകൻ മേടിച്ചെന്ന് പറഞ്ഞ് ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ഇത് 20 euros. എന്റെ ഐബാൻ കാണും, ഐബാനിൽ ഞാൻ തെളിവുകൾ കാണിച്ചു തരും. അപ്പോൾ അതെല്ലാം ഞുള്ളിപ്പറിച്ച് എന്തായാലും ഞാൻ ഇതിന്റെ ഫണ്ടുകളിൽ നിന്ന് മേടിക്കും. ഇവളുടെ 20 euro എന്തായാലും എടുക്കും. ഒരു കാര്യമില്ല. മുമ്പ് പറഞ്ഞില്ല ആ ബോട്ടൊക്കെ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ബോട്ടൊക്കെ ഈ റിവറിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ വീട്ടിലിട്ടേക്കുന്നത്. പക്ഷെ എന്ത് രസമല്ലേ നോക്കിയേ, സ്നോയും വീഴുന്നുണ്ട്. നല്ല ഹൈറ്റാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രയും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. നല്ല ഹൈറ്റിലാണ് മൗണ്ടൻസ് ഒക്കെ. നോക്കിയേ മൗണ്ടൻസ് ഹൈറ്റ് നോക്കി, നല്ല ഹൈറ്റിലാണ്. ലൈക്ക് ആ ക്ലൗഡ് ടച്ച് ചെയ്യുന്ന പോലെ ഉണ്ട് മൗണ്ടൻസ് ഒക്കെ. ഇതാണ് നമ്മൾ ആ റിവറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കുക, ആ മൗണ്ടൻ്റെ ഹൈറ്റ് നോക്കണേ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ടണൽ കയറി. അപ്പോൾ നമ്മൾ ഏതോ ടണലിൻ്റെ അടുത്തൂടെ പോകുന്നതുകൊണ്ട് ആ മൗണ്ടൻ കാണാൻ പറ്റില്ല. കിട്ടി കണ്ടോ, ഹൈറ്റ് കണ്ടോ? ഇതൊക്കെ ലിറ്ററലി ഭയങ്കര 2 മൗണ്ടൻസിൻ്റെ അടിയിലാണ് നമ്മൾ. ഈ ഓരോ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെ ടണലുണ്ട്. അപ്പോൾ നമ്മൾ ആ ടണലിൽ കൂടെ പോകുമ്പോൾ കണ്ടോ, ഇത് അടുത്ത മൗണ്ടൻ്റെ അടിയിൽ കൂടെ ഉള്ള ടണലാണ്. അപ്പോൾ അങ്ങനെ എല്ലാ മൗണ്ടൻസിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയ ടണലുണ്ട്. അത് ക്രോസ് ചെയ്താണ് അവർ അടുത്ത സ്റ്റേഷനിലോട്ട് പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം വലിയ ടണലാന്ന് തോന്നുന്നു. ഇതാ ഓരോ ടണലിൽ നിന്ന് ഇറങ്ങുമ്പോഴും കണ്ടിട്ടുണ്ടോ ആ ടണലുകളാണ്. ഇതിപ്പം കാറ് പോകുന്ന ടണലാണെങ്കിൽ ഇതുപോലെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേയുടെ ടണലുകളുണ്ട്. ഇപ്പോൾ അടുത്ത ടണലിലോട്ട് നമ്മൾ കയറി. വ്യൂ ഉണ്ടോ, അടിപൊളി. സുഹൃത്തുക്കളെ നമ്മുടെ ചെക്കൻ പറയുന്ന പോലെ, സുഹൃത്തുക്കളെ, അമ്മച്ചിന്റെ പേര് ചിത്രൻ പറയുന്ന പോലെ, നിങ്ങൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരണം. സത്യം കേട്ടോ, നമ്മൾ എന്തിനൊക്കെ പൈസ കളയുന്നുണ്ട് തിന്നാനും എന്തൊക്കെ. നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഇരുന്നാലും നമ്മുടെ നിന്നൊക്കെ പൈസ അല്ലേ. ഇന്ന് തന്നെ എത്ര രൂപ നമ്മൾ ഏതുവഴിയെങ്കിലും പോകുമ്പോൾ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്താൽ, അപ്പം നിങ്ങൾ ചോദിക്കും നീ അവിടെ പോയിട്ടാണ്. ഞാനെങ്ങും പോയിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെയൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലൊക്കെ പോകാൻ തോന്നും. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൗണ്ടൻസ്. നല്ല രസമുണ്ട് ഈ ആൽപ്സ്. അപ്പം ചുമ്മാ അല്ലേ ഈ എവറസ്റ്റൊക്കെ കയറാൻ പോകുന്നവർക്ക് ഇത്ര ക്രേസ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ അതിൻ്റെ മേളിൽ വലിഞ്ഞു കയറാൻ ഇരിക്കാൻ തോന്നുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഓരോ വീടുകളും കാര്യങ്ങളും ഒക്കെയാണ്, അപ്പാർട്ട്മെൻറ്റ്സ് ആവും. ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഷനാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 എയറും കാര്യങ്ങളും ഉള്ളൂ. എന്താ കാറുണ്ടോ, ഒരാൾക്ക് ഇരിക്കുക കാറിൻ്റെ അകത്ത്. യുഗോട്ടാണോടാ? അല്ല, 45 നമ്പർ എന്തോ. ഇതിന്റെ റെനോൾട്ട് ആണോ? റെനോൾട്ട് അല്ലെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ കമ്പനി ആയിരിക്കും. വെള്ളം കണ്ടോ ഗൈസ്? വെള്ളം പോയി ഗൈസ്. ഭയങ്കര ക്ലിയർ. ഒരഴുക്കോലും നമുക്ക് ഈ വെള്ളത്തിലൊന്നും കാണാൻ വയ്യ. നാട്ടിലൊക്കെ ആണല്ലോ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇവിടെ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഈ വെള്ളത്തില്ല. അത്രയ്ക്ക് ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ. അടിയിലത്തെ കളർ വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ നീ നാറും. അതാണ് എന്റെ മെയിൻ എയിം. ഇപ്പോഴത്തെ ട്രെൻഡ് അറിയില്ല, ഞാനൊരു വീഡിയോ ഇട്ട് ആഹം കത്തുമല്ല. ഇവനൊരു വീഡിയോ എടുത്തിട്ട് ലോകത്തുള്ളവരെല്ലാം മെൻഷൻ ചെയ്യും. എന്നിട്ട് പറയാം എല്ലാരും ഇവനെ മെൻഷൻ ചെയ്തെന്ന്. ഇതാണ് പുള്ളിന്റെ പരിപാടി, റീമെൻഷൻ. അല്ലാണ്ട് ഇവനൊക്കെ എന്തെങ്കിലും ഇവനൊക്കെ അല്ലെങ്കിൽ ആരിലും മെസ്സേജ് അയക്കുമോ? എല്ലാം റീമെൻഷന് വേണ്ടി അയക്കുന്നതാ. എടാ എന്നെ ആരും വിളിക്കണ്ടാ, എനിക്കാരും വേണ്ട. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. ഞാൻ ഓൺലി മേക്കിംഗ് മെമ്മറീസ്. ഈ വ്ളോഗ് തന്നെ ഇടുമെന്ന് എനിക്കറിയത്തില്ല,
പക്ഷേ ഇതെല്ലാം ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ലൈഫിൽ എന്തെല്ലാമൊക്കെ ചെയ്യണ്ടേ, എന്നാലും എല്ലാം ഒരു ഇതുള്ളൂ. ഞാനിതിട്ട് എന്ത് ചെയ്യും? കണ്ടോ അടിപൊളി വ്യൂ. ആ വ്യൂ പോയി ഗൈസ്. ഇതുണ്ടോ ആൽസ് പർവ്വത നിരകൾ. വീണ്ടും ആൽസ് പർവ്വത ഗൈസ്. ആ പട്ടിക്കുഞ്ഞിനെ കണ്ടോ? ഇവൻ പറയുന്നത് പൂക്കിയാന്നാണ്. അവരെന്തൊക്കെയോ അതിനോട് പറയുന്നുണ്ട്, പക്ഷെ ആ പട്ടി തന്നെ അവനെ കടിക്ക് ഉറപ്പാണ്. നല്ല രസമുണ്ടല്ലേ ഇവിടെ. ഇങ്ങനെ ഇവര് പട്ടിയും കൊണ്ടൊക്കെയാണ്, മക്കളെ പോലാണ് ഇതിനെ കൊണ്ട്. ഹായ്, നല്ല രസമുണ്ട്. ഇപ്പം നമ്മൾ ആർട്സ് ചാറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞ് കാണുന്നുണ്ടല്ലോ, നല്ല മഞ്ഞുണ്ട്, സ്നോഫോളുണ്ട് ഇവിടെ. അത്യാവശ്യം അടിപൊളി വ്യൂസൊക്കെയാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇതിന് ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട് ഈ ട്രെയിന്. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനും, നല്ല സ്നോ ഉണ്ട്. ഞാൻ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഈ കാണുന്നത് ആൽസാണ്. ഈ റിവർ ബാങ്ക്സിലുള്ള വില്ലേജാണ് ഈ ആൽസ് ചാറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് സ്ഥലത്തെക്കുറിച്ച് 2 അഭിപ്രായം പറ. വേറെ വേറെ 2 അഭിപ്രായം പറഞ്ഞാൽ ഒന്നേ ആയുള്ളൂ, 2 കൂടെ പറ. ഒരഭിപ്രായം കൂടെ പറ, കണ്ടിട്ട് പറയാം അല്ലേ. അപ്പം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് താഴെ റിവറും ബോട്ടും ഒക്കെ കാണാം. നല്ല തണുപ്പുണ്ടായിട്ട്. നിങ്ങൾക്ക് സ്നോ വീഴുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? കയ്യിലൊന്നും കാണുന്നില്ലല്ലേ, പാളിപ്പോയി ഗൈസ്. താറാനെ കണ്ടോ? ഇത്രയും തണുപ്പത്ത് ഇതൊക്കെ നീന്തുന്നു, കില്ലാടി തന്നെ ഗൈസ്. ഈ ബോട്ടിലാന്ന് തോന്നുന്നു നമ്മൾ അപ്പുറത്തോട്ട് പോകണ്ടേ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കും. ഇത്രയും ആൾക്കാർ ഈ ബോട്ടിൽ കയറാൻ നിൽക്കാം, പക്ഷേ നമ്മളെ കയറ്റുമെന്ന് അറിയില്ല, കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. എൻ്റെ പൈസയിൽ എനിക്ക് ടിക്കറ്റ് എടുത്തന്നോ. ഇതാണ് ബോട്ട്. ചെങ്ങായടയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പൈസ കൊടുക്കണം. ഒരാൾക്ക് 7 യൂറോ. 7 യൂറോയാണ് ഒരാൾക്ക് ആകുന്നത്. അപ്പോൾ ഇതിൽ കയറിയിട്ടാണ് നമ്മൾ ആ വില്ലേജ് സൈഡിലോട്ട് പോകുന്നത്. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഗൈസ്, അടിപൊളി തണുപ്പാണ്. കൈയൊക്കെ ഐസായി പോന്നു. അപ്പം ബോട്ട് എടുത്തു. നമ്മൾ ഈ ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റും സ്നോയുമാണ്. ലൈക്ക് ഒരാൾക്ക് പെർ പേഴ്സൺ 8 യൂറോസ് ടിക്കറ്റ്. നാട്ടിലൊരു 700 രൂപ ഇത്രയൊക്കെ. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എണീച്ച് വന്നതാണ്. പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന വില്ലേജുകളാണ്. ആ വില്ലേജിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരാണ് ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി വ്യൂ. ഓസ്ട്രിയയുടെ ഫ്ലാഗ്. മഞ്ഞ് വീഴുന്നുണ്ടോ? അടിപൊളി മഞ്ഞുണ്ട്. ഈ വെള്ളത്തിലൊക്കെ വീണുള്ള അവസ്ഥ തണുത്ത് ഐസാവത്തേ ഉള്ളൂ. ഭയങ്കര ടെമ്പറേച്ചർ കുറവായിരിക്കും വെള്ളത്തിലൊക്കെ. നീന്താൻ പോലും പറ്റില്ല, കാലും കൈയൊക്കെ മരവിച്ചിട്ടൊരു പരുവാവും. നമ്മൾ ആ വില്ലേജിൻ്റെ അടുത്തേക്ക് വരാൻ പോവാം. അപ്പോൾ ഇതാണ് ഹാൽസ്റ്റാറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, മൊത്തം ഒരു കൂടിപ്പോയ ഒരു 80, 800, 900 വരെ മൊത്തം ഈ വില്ലേജേ ഉള്ളൂ. കൈയൊക്കെ തണുത്തിട്ടാണ് എനിക്ക് ഒട്ടും വയ്യ. ഇത് മൊത്തം ഒരു എത്ര
ഇപ്പം എത്ര നേരമായി കാണും? ഒരു 5 മിനിറ്റിൻ്റെ റൈഡേ ഉള്ളൂ നമ്മൾ ആ ബസ് സ്റ്റോപ്പല്ലല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടോട്ട്. ആർക്കേലും വരണമെങ്കിൽ ഇങ്ങനൊക്കെ വരാം, എങ്ങനെയൊക്കെ വരാം. 8 യൂറോ മതി, വളരെ നിസ്സാരം. അത് ഇവള് സ്പോൺസർ ചെയ്ത്, ഞാൻ പൈസ കൊടുക്കണ്ടെന്ന്. ഞാൻ പൈസ എടുക്കുക സമ്മതിക്കില്ല. ഞാൻ പൈസ പേഴ്സ് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ ഞാനാണ് റിച്ച്. ഇന്ന് എൻ്റെ കാർഡ് വെച്ചപ്പോൾ റിജക്റ്റ് ആയി. അതുകൊണ്ട് ഇന്നവരെ എന്നെ ദത്തെടുത്തു. നാളെ ഇനിയും ബില്ലൊക്കെ തരുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എന്തോ സംഭവം ഒന്നും. ഗൈസ്, ഇത് ഇവിടുത്തെ പുരാതനമായ ഒരു പള്ളിയാണ്, സെന്റ് പീറ്റേഴ്സൺ ചർച്ച്. ഞാൻ ചുമ്മാ പറഞ്ഞു, എനിക്ക് എൻ്റെ പേരൊന്നും അറിയത്തില്ല. ഞാൻ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ChatGPT പോലും തരാനുള്ള നെറ്റില്ല. എനിക്ക് നെറ്റും ഇല്ല ഗൈസ്. ഇത് ബോട്ടിപ്പോൾ റിവേഴ്സ് ത്രസ്റ്റിലിട്ട് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാലും ഇതിപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ അഞ്ജനയുടെ ചലഞ്ച്, അഞ്ജന ഇവിടെ നീന്തുമെന്നാണ്. ഇതുവഴി അവിടെ നിന്ന് ഇങ്ങനെ നീന്തി ഇങ്ങനെ വരുമെന്ന്. എന്താ ചലഞ്ചിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എടാ, ടിക്കറ്റ് ഞാൻ ആരെങ്കിലും കയ്യിൽ തന്നായിരുന്നു. ടിക്കറ്റ് എന്തേ? എൻ്റെ ഇല്ല, ഞാൻ മാത്രം തിരിച്ചു വരും, നീയൊക്കെ ഇവിടെ കിടക്കും. നമ്മുടെ നാട്ടിലെ ഓട്ടോ പോലൊരു സാധനം. ഇതെന്ത് സാധനമാണ്? നാട്ടിലേക്ക് ഒരു ഓട്ടോ പോലെ ഒട്ടും വലുപ്പമില്ല, ഇത്ര ഹൈറ്റേ ഉള്ളൂ. ഇതാണ് ഹാൾസ്റ്റാറ്റ് വില്ലേജ്. ലൈക്ക് മൗണ്ടനിൽ തന്നെ അങ്ങനെ പണിഞ്ഞു വെച്ചേക്കും അല്ലേ, തടിയൊക്കെ വെച്ചിട്ട്. ഇങ്ങനെ പണിഞ്ഞുമാർ ഇതൊക്കെ ഇത്ര ഹൈറ്റിലും. ഇന്ന് പോകുന്നതിന് മുമ്പ് എന്തായാലും തെന്നി അടിച്ച് വീഴും, അത് ഉറപ്പാണ്. കാരണം ഇവിടെ ഇത് വീഴൂടാ, സീനാണല്ലോ. ബൂട്ടിട്ടാൽ മതിയായിരുന്നു. എന്തായാലും ഇന്നൊരു വീഴ്ച കാണാൻ പറ്റും ഗൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ബൂട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് വരേണ്ടത്. പക്ഷേ ഇതുപോലത്തെ സാധനം ഇട്ടിട്ടാണ് നമ്മൾ വരേണ്ടത്. പക്ഷേ എൻ്റെ വിൻ്റർ ബൂട്ടില്ലായിരുന്നു. പൈസ ലാഭിക്കാൻ വേണ്ടി ഞാൻ വിൻ്റർ ബൂട്ട് മേടിച്ചില്ല. പക്ഷേ ഇന്ന് എന്തായാലും മറിഞ്ഞടിച്ച് വീഴുന്നതായിരിക്കും. നല്ല ഗ്ലാസ് പോലെ കിടക്കും തറവശം. അപ്പം വീഴുവാണെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ വീഴുവാണെങ്കിൽ എന്തായാലും ഒരു വീഡിയോ എടുക്കും, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ എന്തോ ഫ്രൈസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം, എല്ലാം എടുത്തിട്ട് പോകാം, എന്തുകൊണ്ട് ചെയ്യാം. അപ്പം ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് മെയിനായിട്ട് ഹാൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഇത് കണ്ടോ, ഇത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതൊക്കെ. പക്ഷെ നല്ല വിലയായിരിക്കും. പക്ഷെ എന്നാലും അതെന്തൊക്കെയാ, പൈൻ കോൺ പോലത്തെ എന്തൊക്കെയാ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഇവിടെ ഉള്ളവർ തന്നെ. നമ്മുടെ നാട്ടിലെ പോലെ നല്ല എൻകറേജ്മെൻ്റ് ആണ് ഇതുപോലത്തെ ഹാൻഡ് ക്രാഫ്റ്റിനും കാര്യങ്ങളൊക്കെ. നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വർക്കേഴ്സിനൊക്കെ കിട്ടും. നല്ലതാണ്. അതുകൊണ്ട് ആ വീടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ലൈഡിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇവർ ഈ തടിയൊക്കെ മേളിലോട്ട് എങ്ങനെയായിരിക്കും കൊണ്ടുപോയത്? ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മറ്റേ ആൽഫൈൻ ക്ലൈമറ്റ് തന്നെയാണ്. എപ്പോഴും ഈ ഒരു ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഇവിടെ എപ്പോഴും. അതായത് നല്ല കോൾഡ്. ഇവിടെ അങ്ങനെ സമ്മർ ആണെങ്കിലും ഒരു നൈസ് ഒരു കോൾഡി ഗ്ലൂമി വെതർ ആയിരിക്കും എപ്പോഴും. പിന്നെ അകത്തൂടെ ഒന്ന് ജസ്റ്റ് നടന്നു പോയതാണ്. അവിടെ നല്ല സ്പോട്ടും കാര്യങ്ങളൊക്കെയുണ്ട്. ഇവിടെ എന്തോ ഒരു സ്റ്റെപ്പ് ഉണ്ട്, കയറി നോക്കിയാലോ? വേണ്ട. ഒരു ഷോപ്പാണിത്, മറ്റേ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ തന്നെ.
അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. കുറേ ഇതാണ്ടൊക്കെ ഉണ്ട് ഇവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങളാണ്. ഇത് ഒന്നും തൊടല്ലെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലീസ് ഡോണ്ട് ടച്ച്. ബിക്കോസ് ഇതൊക്കെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ എഴുതിയേക്കുന്നത്. ഈ സംഭവമാണ് ഹാൾസ്റ്റാറ്റ് സീ. ആക്ച്വലി ഹാൾസ്റ്റാറ്റ് സീ എന്നൊക്കെ പറയുന്നെങ്കിൽ ഇത് റിവറാണ്. ഇതിൻ്റെയും ആൽപ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ഇവിടുന്ന് പണ്ട് എക്സ്കവേഷൻ്റെ സമയത്ത് ഒരുപാട് ഇങ്ങനെ ഈ റിമൈനിങ്സും മറ്റേ സ്കൾസും പിന്നെ പല യൂറോപ്യൻ കൾച്ചറിൻ്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു മേളിൽ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ആ ഈ വീഡിയോയിൽ എത്ര കാണാൻ അറിയത്തില്ല. ഇതിൻ്റെയൊക്കെ മേൽവശത്ത് വേറെ മൗണ്ടൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നല്ല ഫോഗായതുകൊണ്ട് അത്ര വിസിബിൾ അല്ല. ഇതാണ് ഇവിടെ നിന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഇതുവഴിയാണ് താഴോട്ട് ഇറങ്ങി വന്നത്. പക്ഷെ നല്ലതായിട്ട് വഴുക്കലുണ്ട്. ഞാൻ ഈ ഷൂ ഇട്ടിട്ട് അടിപൊളിയായിട്ട് തെന്നുന്നുണ്ട്. ഇതാണ് ഇവിടെ നേരെ കാണുന്ന ഒരു മൗണ്ടനും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ താമസം ഉണ്ടായിരിക്കും. വായിക്കാത്ത മഞ്ഞറിയാം. ഇവിടെ ആൾക്കാർ എന്തായാലും അത്യാവശ്യം നല്ല താമസമുണ്ട്. പറഞ്ഞില്ല, ഒരു 800-700 പേര് ഉണ്ട്. അവരും പെയ്യ വരുന്നുണ്ട്. ഇന്ന് തെന്നി അടിച്ച് പോകുന്ന ഒരു വീഡിയോയിലും കിട്ടും. തെന്നുന്നില്ലല്ലോ, മിക്കവാറും ഞാൻ തന്നെ വീഴും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇവിടുത്തെ വെള്ളം കണ്ടു, ക്രിസ്റ്റൽ ക്ലിയറാ. ലൈക്ക് കുടിക്കുന്നത് മുഴുവൻ ക്ലോറിൻ വെള്ളം. അതവര് പ്യൂരിഫൈ തരുന്നല്ലേ. സത്യം ഈ വെള്ളം തന്നെ ഒരു പൈപ്പ് കിട്ടി വന്നാൽ മതി അല്ലേ. വേസ്റ്റും ഇല്ല, ഒന്നുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ. എനിക്കിത് വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. ഇത് വെള്ളം ഐസ് ഉണ്ടോ? ഇത് വെള്ളമാണ്, അത്ര ക്ലിയർ ആയി സാധനം. ഇവിടെ കുറച്ച് സ്ഥലത്തെ കല്ലുള്ളൂ, ഐസ് അത് താഴത്തില്ല. അതെ, എനിക്കൊന്ന് ഇവിടെയൊക്കെ മറ്റേ ബോട്ടൊക്കെ ഒന്ന് കയറി പോകുന്ന സ്ഥലമായിരിക്കും. അതല്ലാണ്ട് അടുപ്പിച്ചേക്കും കിടക്കണം. ഇതുണ്ടോ, ഇതാണ് ഇവർ ഈ എനിക്ക് തോന്നുന്നു ഇവിടെ ഹീറ്ററിനെക്കാട്ടി കൂടുതൽ മറ്റേ ഈ തടിയൊക്കെ വെച്ചിട്ട് കത്തിക്കുന്ന പരിപാടിയാണ്. അപ്പം കത്തിക്കുന്ന വിറവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വിറവെടുത്തിട്ടാണ് ഇവർ ഈ ചൂടാക്കാനൊക്കെ കത്തിക്കുന്നത്. ഇവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. കുറവെന്നല്ല, ഇവർ മറ്റേ ട്രഡീഷണൽ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടേ, അതായിരിക്കും കൂടുതലും ഉപയോഗിക്കാറ്. ഞാൻ നടക്കുകയാണ്. ഇവിടെ നല്ല മഞ്ഞാണ്. എങ്ങോട്ടൊക്കെയോ പോവുക എനിക്കറിയത്തില്ല. ഉമ്മാരുടെ കൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഇതാ കണ്ടോ, ഇവിടെ എല്ലാവരും വിറവൊക്കെ അടുക്കി വെച്ചിരുന്നതാണ് സെറ്റായിട്ട്. നോക്കി, മറ്റേ ബ്രിക്കൊക്കെ അടുക്കി വെച്ചിരിക്കുന്നവരുണ്ട്. ഇതെന്താ, കോഴിക്കോടോ? ആർക്കറിയാം. ഇവിടോട്ട് നോ എൻട്രി ആണ്. പ്രൈവറ്റ് ഗാർഡൻ കണ്ടോ, അത് പ്രൈവറ്റാണ് അവരുടെ. അപ്പം വീടിൻ്റെ സ്ഥലമായിരിക്കും. അപ്പം അങ്ങോട്ടൊക്കെ ചാടിക്കയറിയാൽ വെറുതെ വായിരിക്കുന്നേക്കും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കയറുന്നില്ല. ഇതൊക്കെയാണ്. നല്ല മഞ്ഞും ഒക്കെ ഉണ്ട്. നമുക്കിനി മേളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ വ്യൂ ഒക്കെ കാണിക്കാം. ആരും കാണുമെങ്കിൽ കാണിക്കാം. ഇതൊക്കെ ആരും കാണുമോ ദൈവത്തിനറിയാം. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്ക് മേളിലോട്ടെല്ലാം കയറിയാലോ? എന്താണ് അഭിപ്രായം? എനിക്ക് ഇവിടെയൊക്കെ ചെല്ലാൻ തോന്നുന്നു. എൻ്റെ കൈ തണുത്തിട്ട് എനിക്ക് മഞ്ഞുണ്ടോ, അടിപൊളിയായിട്ട് മഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയെല്ലാം കയറി മേളിൽ ചെല്ലാം, നോക്കാം. ഒന്നേ ഇതുവഴി കയറിയിട്ടായിരിക്കും മേളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും പോകാം. ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് വേറെ എവിടെയോ പോവാണ്, നോക്കാം. ഗൈസ് കണ്ടോ, ഇവിടെ എന്തോ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം നടക്കുന്നില്ല, ഇപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കും അല്ലേ? ആ, സമ്മറിൽ മാത്രമായിരിക്കും കൺസ്ട്രക്ഷൻ എന്നാണ് പ്രൊഫഷണൽ പറഞ്ഞത്. അപ്പം നമുക്കിനി തർക്കിക്കാൻ വഴിയൊന്നുമില്ല. ഈ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൂടെ കാണുന്നുണ്ടോ, ഇതൊക്കെ ആൽപ്സാണ്. ഇടത്തേലൊക്കെ എന്തൊക്കെയോ തൂക്കിയിട്ടൊക്കെ ലൈറ്റ്സ് ആയിരിക്കും. ഇത് രാത്രിയാകുമ്പം കത്തിക്കുമായിരിക്കും. ഇപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ നടക്കുന്നു. നോ എൻട്രി. ക്രെയിനും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്തോ ആണെന്നോ.
ഇപ്പം മഞ്ഞില്ലാത്തൊരു സ്ഥലത്തു നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നോക്കിക്കോണേ, നല്ല മഞ്ഞ് ഇങ്ങനെ വീഴാൻ തുടങ്ങി. നല്ല രസമായിരിക്കും. ഇതാ ഇപ്പം നമ്മൾ മഞ്ഞത്തോട്ട് വീണ്ടും വന്നു. അപ്പുറത്തെ സൈഡൊന്നും കാണാൻ പോലും വയ്യ അല്ലേ, ഫോഗായിട്ട്. താണ്ട താറാവാണോ പോന്നെ? എന്തോ പോന്നെ, എന്തോ ജീവി നീന്തി പോകുന്നു. സമ്മതിക്കണം ഇങ്ങനെയൊക്കെ ഈ തണുപ്പത്ത് നീന്തുന്നതിന്. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള പോലെ മറ്റേ വഴിയോര കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട്. തുപ്പിയൊക്കെയാ മറ്റേ ഊട്ടിയിലൊക്കെ കാണത്തില്ലേ, അതേ സെറ്റപ്പ് തന്നെ. പക്ഷെ എല്ലാം ഒരുമാതിരി വിൻ്ററിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, സോക്സും. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും ഇതിനൊക്കെ. ഇത് കണ്ടോ, ഞാൻ ഒരു കൈ മാത്രം ഗ്ലൗസ് ഇട്ടിട്ട് നടക്കുക വീഡിയോ എടുക്കാൻ വേണ്ടി. തണുത്തിട്ട് ഞാനൊക്കെ തണുത്ത് പണ്ടാരം തുടങ്ങി. മേളിലോട്ടോ? മേളിൽ കയറിട്ട് എടപ്പാനാ? എന്നാ മേളിലോട്ടോ ഗൈസ്. അവള് പറഞ്ഞു മേളിൽ കയറാന്ന്. എന്നാ മേളിൽ കയറാം. പാടണമെന്ന് നിർത്തില്ല, നീയല്ലേ പറഞ്ഞ് കയറാന്ന്. എന്തായാലും കയറി നോക്കാം. മേളിൽ പോയിട്ട് നോക്കാം. ഏതൊരു വഴിയുണ്ട്, കുറച്ച് സ്റ്റെപ്പ് കണ്ടിട്ട് അതുവഴി കയറി പോവാ. എങ്ങോട്ട് പോവാണെന്ന് ദൈവത്തിനറിയാം. ഏതോ വീട്ടിൽ പോവാ കേട്ടോ, ഇറക്കി വിടും. എല്ലാ എണ്ണത്തെ 3 എണ്ണത്തെ ഇപ്പം ഇറക്കി വിടും അവര്. കൊള്ളാം. ഇത് കണ്ടോ, അടിപൊളി വ്യൂ. ഓക്കെ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. താഴെ വീടും കാര്യങ്ങളും എല്ലാം. പക്ഷെ സമ്മറിൽ ഇതിങ്ങനൊന്നും ആവില്ല. സമ്മറിലെല്ലാം ഇച്ചിരി വിസിബിൾ ആണ്. നമുക്ക് ആ ഓപ്പോസിറ്റ് പ്ലേസും കരയൊക്കെ നമുക്ക് കൂടുതലും കാണാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുക്കണോ? താണ്ട് സ്നോമാനെ കണ്ടോ? ഹായ് ഗൈസ്, ഇതുണ്ടോ അടിപൊളി. അമ്മ എന്തൊരു മഞ്ഞ, അടിപൊളിയായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. വായു എടുത്തുണ്ടോ? എനിക്കൊന്നും വേണ്ട. പിടിച്ചോണ്ടോ, എടുത്ത് തോട്ടിക്കളയും. ഞാൻ തോട്ടിക്കളയും, അതൊന്നും എനിക്കറിയണ്ട. ഇതൊക്കെ അതേപോലത്തെ മഞ്ഞുകട്ടകളൊക്കെ കണ്ടോ? ആരും പോകത്തൊരു വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. ഏത് വഴി എന്ത് ചെയ്തില്ല. ഇവിടെ നിന്ന് ഒരൊറ്റ മനുഷ്യനില്ല. ബാക്കിയുള്ളവരൊക്കെ താഴെ കൊണ്ട് പോവാ. അങ്ങനെ മേളിൽ കൂടെ കയറിപ്പോലോ? മേളില്ല, ആ വീട്ടിൽ ചെല്ലാം. മേളില് അപ്പൂ ചാടി പോയാ. ഇതേതാ മലമുകളിലോട്ടൊക്കെ പോകണോ ദൈവമേ. ആ വീടിൻ്റെ ഒക്കെ റൂഫിൻ്റെ ലെവലിലായി ഇപ്പം. ഗൈസ്, ഇപ്പം നമ്മൾ ഗിംബലെടുത്ത് വെച്ചു. കാരണം ഭയങ്കര തണുപ്പ്, കൈ വെച്ചിട്ട് പിടിക്കാൻ പറ്റുന്നില്ല സാധനം. ഇത് നമ്മൾ ഗിംബൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ. ഇതാണ് വ്യൂസും കാര്യങ്ങളും ഒക്കെ. തിരിയാ ഇത് ഉപയോഗിക്കാം. ടിൽറ്റ് ലോക്ക് ആയിരുന്നില്ലേ, ചുമ്മാ അല്ല ഗൈസ്. നമ്മൾ ടിൽറ്റ് ലോക്ക് ഇട്ടിട്ട് അവനെ കുറ്റം പറഞ്ഞു. ഇത് FPV. ഇത് കണ്ടോ, ഇതാണ് താഴത്തേക്കുള്ള വ്യൂ. ഇവിടുന്ന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനുള്ളൊരു ഉണ്ട്. ഒരുത്തൻ ഇൻസ്റ്റാ 360 ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുമോ? കിട്ടിയായി. ഈ വീഡിയോ ഒക്കെ ഞാൻ മേടിക്കും. ഫുള്ളി ഇങ്ങനെ വീണ നല്ല രസമായിരിക്കും അല്ലയോ? താഴെ വീണ് കഴിഞ്ഞാൽ ഫുള്ള് 360 വ്യൂ വീഴുന്നത്. ആശിച്ച് മോഹിച്ച് മേടിച്ച ഇൻസ്റ്റാ 360 ആണ്. ഏതാ ഇത് പട്ടിയൊക്കെ കുരയ്ക്കുന്നു. പട്ടി താഴെ പട്ടി കുരയ്ക്കുന്നു. ഡോറും ഉണ്ട്.
അതിൻ്റെ ബുദ്ധിമുട്ട്. എന്തായാലും എൻ്റെ കാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാല് അടിപൊളിയായിട്ട് തണുത്തിട്ട് പണ്ടാറ തുടങ്ങി. നമ്മൾ തിരിച്ച് വന്ന വഴി, കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാലും വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു. മേലോട്ട് പോകുന്നേ ഉള്ളൂ. ആരും അങ്ങനെ അങ്ങോട്ടൊന്നും പോകുന്ന കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നും കാണില്ല. അതായത് പക്ഷേ ഇതുവഴി സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചിറങ്ങിയിട്ട് പിന്നെ അപ്പോൾ നമ്മൾ ഒരു കോഫി കുടിക്കാൻ പോവാണ്. ഇവിടെ അങ്ങനെ ഒരു കോഫി കുടിച്ചിട്ട് ഓട് കണ്ട വഴി ഓട്. അവള് കോഫി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ 100-200 യൂറോ കണ്ട കൊച്ചു വന്നേക്കുന്നത് വെറുതെ ആണോ? ഇന്ന് എല്ലാവർക്കും ചിലവാ. കോഫി ഷോപ്പിൽ ഇരിക്കുന്ന എല്ലാവരും കോഫി മേടിച്ചു കൊടുക്കുമെന്നാണ് അവള് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, എല്ലാവരും വരണം. ഞാൻ കൊടുത്തോളാം. അടി സ്പ്ലിറ്റ് വൈസിൽ ആടിയല്ലേ, 5 പൈസ തരില്ല. നമ്മളൊരു കോഫി ഷോപ്പ് കണ്ടിട്ടുണ്ട്, അവിടെ കോഫി കുടിക്കാൻ പോവാ. ഇതൊക്കെ സാധനമാണ്. ഐസ്ഡ് കോഫി ഈ ഐസിൻ്റെ അതാ കുടിക്കാന്ന് പറഞ്ഞാലേ ഒരു ഹോട്ട് ചോക്ലേറ്റ് എല്ലാം മേടിക്കാം, അല്ലാണ്ട് എന്താ മേടിക്കാനാ. ഇതാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ കോലം. ഇപ്പം ഞാൻ ഗിംബൽ വെച്ചിട്ട് ഇവിടെയാണ്. തണുത്ത് വരച്ചിട്ട് ഇവിടെ ഇരിക്കുക. ഞാൻ കണ്ടുപിടിയാണ്. അപ്പോൾ പുള്ളിക്കാരി കോഫിയും കൊണ്ട് വരുവാണ്. 3 ഹോട്ട് ചോക്ലേറ്റ് ആണ്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ എന്തോ ഇവിടുത്തെ ടേസ്റ്റ് എനിക്കൊന്നും ഇവിടുത്തെ ടേസ്റ്റ് അത്യാവശ്യം മറ്റേ ടേസ്റ്റിനെക്കാട്ടി നല്ലതാണ് അല്ലേ? ജർമ്മനിയിലെ അത്ര കയ്പൊന്നുമില്ലല്ലോ ഇവിടുത്തെ സാധനത്തിൽ. ഇച്ചൂടെ നല്ലേ നൈസാണ്. നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്താ ഭയങ്കര കയ്പായിരിക്കും. നമ്മൾ 1-2 ഒന്നുമല്ല, 3-4 അത് ഷുഗർ പാക്കറ്റ് ഇടണം. പക്ഷേ അതേ സാധനം തന്നെ ഇവിടെ ഒറ്റ പാക്കറ്റ് 2 പാക്കറ്റ് ഇട്ട സെറ്റാണ്. അപ്പം കുടിച്ചു നോക്കാം. ഇത് പക്ഷേ ഹോട്ട് ചോക്ലേറ്റാണ്, എന്തായാലും മധുരമായിരിക്കും. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഹോട്ട് ചോക്ലേറ്റ് ചായയല്ല ഇപ്പോൾ കുടിച്ചിട്ട് പുറത്തിറങ്ങി. ഇതൊക്കെ ഓരോ പ്രൈവറ്റ് വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മഞ്ഞിനൊരു കുറവില്ല, നല്ല മഞ്ഞുണ്ട്. അങ്ങനെ തന്നെ മുമ്പേക്ക് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഞാൻ നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റാണ് തോന്നുന്നത്. പക്ഷേ ഇവിടുത്തെ സ്വിഫ്റ്റിന് നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ആ ബോഡിയിലൊക്കെ ടച്ച് ചെയ്തൊക്കെ അറിയാൻ പറ്റും ഇവിടുത്തെ സ്വിഫ്റ്റും നാട്ടിലെ സ്വിഫ്റ്റും നമ്മളെ വ്യത്യാസം. കാരണം ഇവിടുത്തെ സ്വിഫ്റ്റൊക്കെ നല്ല കട്ടിയാണ്. നാട്ടിലെ സ്വിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറമ്പഴേ അകത്തോട്ട് പോയില്ലേ. ഇവിടുത്തെ ബോഡി നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ അല്ലേ അമ്മ വിൽക്കാൻ സമ്മതിക്കില്ല, അത്രയും സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്നത് ഏഷ്യക്കാരാണെന്നൊക്കെയാണ് ഇവിടെ കണക്കെ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ ഞാൻ വായിച്ചപ്പോൾ ഇവിടെ കാറൊന്നും വരത്തില്ലെന്നായിരുന്നു കൊടുത്തത്. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ കാറുകൾ ഇറങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഇനി മേലോട്ടൊന്നും കാണില്ലെന്നത്. മേലോട്ട് എങ്ങനെ കൊണ്ടുപോകാനാ കാറൊക്കെ? ഇപ്പോൾ ഒന്ന് പട്ടിയാണ് നമ്മളെ മേളിൽ നിന്നപ്പം കുരച്ചത്. ഡോബർമാനാന്ന് തോന്നുന്നില്ല, ഡോബർമാനാണ് അതോ എനിക്കറിയില്ല. പുള്ളി തിരിഞ്ഞു നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അത് തന്നെയാണ്. അതിനി എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരൊന്നും, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എന്തായാലും അടിപൊളിയാണ്. പുള്ളി രാജാവിൻ്റെ കൂട്ടൊക്കെ ഇങ്ങനെ പോവാം. നമ്മൾ ആദ്യം കണ്ട പള്ളിയാണ്. നമ്മൾ ആ സൈഡിലോട്ടാണ് വന്നത്. അവിടുന്ന് നമ്മൾ നടന്നിട്ട് ഇവിടെ വരെ എത്തി. ഈ സംഭവത്തിൽ നമുക്ക് €1
€2 ഇട്ടാൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം അപ്പുറത്ത് മൊത്തം ഫോഗാണ്. വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ മേൽവശമൊക്കെ കാണാം, പക്ഷേ ഇപ്പോൾ ഇട്ടിട്ട് കാര്യമില്ല, കാരണം ഫുള്ള് സ്നോയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം മൊത്തം ഫോഗായതുകൊണ്ട് കാര്യമില്ല. കുറേ പേര് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ പ്രൊഫഷണൽസും ആൾക്കാരുണ്ടെങ്കിലേ നൈസായിട്ട് പോയി വെള്ളത്തിൽ അവനെ പറക്കാൻ പറ്റുന്നില്ല, അവൻ തിരിച്ചു വരിക. പുള്ളി കുറേ നേരം കൊണ്ട് അങ്ങോട്ട് പറക്കാൻ നോക്കുന്നു. വീട്ടിൻ്റെ ഡയറക്ഷനെ പോയി നല്ല കാറ്റാണ്, ഡയറക്ഷനെ പറക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനാണ് കാറ്റടിക്കുന്നത്. ഞാനൊരു സൊവനീർ മേടിച്ചു. സൊവനീർ മറ്റേ എല്ലായിടത്തും കാണത്തില്ലേ, അവിടെ പോയെന്നുള്ളൊരു കുട്ടിക്കും സാധനം. ആ സാധനം മേടിച്ച് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇനി എവിടെ പോയാലും ആ സാധനം മേടിക്കണം, നീ അവിടെ ഇവിടെയും പോയിട്ട് ആ സാധനം മേടിക്കാണ്ടാ വരുന്നതെന്നൊക്കെ. അപ്പം ഞാൻ ആ സാധനം മേടിച്ചിട്ടുണ്ട്. പൈസ ഒന്നും നോക്കിയില്ല, €6 കൊടുത്തു. എൻ്റെ ഒരു ഡോളറിൻ്റെ പൈസ പോയി, കുഴപ്പമില്ല. എന്നാലും സാധനം മേടിച്ചു. എന്നിട്ടെന്താ, എൻ്റെ കാല് ശരിക്കും തണുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ, ഇനി മിക്കവാറും തിരിച്ചു പോകാനുള്ള ടൈമൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം തിരിച്ചു പോകും. അപ്പം കാരണം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ 2 ട്രെയിൻ മിസ്സായില്ലേ. അപ്പം നമുക്ക് ഇനിയും ഡിലേ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വൈകിട്ടത്തെ ട്രെയിനും പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്ലൈറ്റ് വന്ന പൈസയെക്കാട്ടി കൂടുതലായി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ഇപ്പം. അതാണ് പ്രശ്നം. അപ്പം നമുക്ക് അതുകൊണ്ട് അതിൻ്റെ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. രാവിലെ നമ്മുടെ മണ്ടത്തരമാണ്, ഫുൾ നമ്മുടെ മണ്ടത്തരമായിരുന്നു. എന്നാലും ശ്രദ്ധിക്കേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ വള്ളികളൊക്കെ കിട്ടുമല്ലോ, സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതൊക്കെ ആയിരിക്കും കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഓർമ്മയൊക്കെ. ഈ വന്നതിനെക്കാട്ടിയൊക്കെ ഓർമ്മ, ഇവിടെ പോയിട്ട് ഇത്രയും പൈസ മുടയത് പോയല്ലോ, അതൊക്കെ ആയിരിക്കും ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. 2 പേര് സോനിയർ മേടിക്കാൻ പോയിട്ട് മേടിച്ചോ? ഏതാ മേടിച്ചേ? നീ അടിച്ചില്ല? ഏതാ മേടിച്ച കാണിച്ച്? ഇതെത്രയായി? ശരി, കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഇത് മേടിച്ചാൽ മതിയായിരുന്നു. ഞാൻ വേറെ സാധനം മേടിച്ചത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എവിടെയെങ്കിലും കൊണ്ട് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇങ്ങനെ പോയെന്നുള്ളതിനൊരു തെളിവ്, അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ച് വന്ന വഴിയിൽ തിരിച്ച് നടന്നു പോകാം. കാറ്റ് വേറെ സൈഡിലോട്ടൊക്കെ വീശുന്നിപ്പോൾ. നമ്മളിപ്പോൾ വന്ന വഴിയിൽ തിരിച്ചു പോവാണ്. കടകളൊക്കെ അടച്ചടച്ച് വരുന്നുണ്ട്. ഇവിടുത്തെ ടോയ്ലറ്റും ഒക്കെ ഗൈസ്വനെന്തോ ചെയ്യുന്നു. കറക്കണം തോന്നടാ. എന്തോ വന്നിട്ടുണ്ട് താഴെ. എവിടെ നിന്ന് എടുക്കുന്നുണ്ട്? ആ റൈറ്റ് സൈഡിൽ നിന്ന് കാണാം. എന്തോ കാര്യമായിട്ട് ചെയ്തു, പക്ഷെ ആ സാധനം വന്ന് ഗൈസ്. എന്തോ വന്നാ €2 കിട്ടിയ നോക്കട്ടെ. അത് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റ് ആവുന്നുണ്ട്. ഇതാണ് €2. തണുപ്പത്തൊക്കെ ഈ അരേനൊക്കെ നീന്തി ഇതൊന്നും തണുക്കത്തില്ലേ, തിരിഞ്ഞൊക്കെ കിടക്കുന്നു. കൊള്ളാം. എന്തായാലും തിരിഞ്ഞു കിടന്നതല്ല, എനിക്ക് തോന്നിയതാ തിരിഞ്ഞു കിടക്കുമെന്ന്. എന്തായാലും കൊള്ളാം.
ഗൈസ് ഞാൻ ഐസായി, മൊത്തം ഐസ് കരി. എൻ്റെ കാല്, ഞാനോ പാൻ്റൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ ഷൂസ് വളരെ മോശം ചോയ്സായിപ്പോയി. എന്തായാലും ഫുള്ള് ഐസായിട്ടുണ്ട് കാല്, എനിക്ക് നടക്കുന്ന കാലൊന്നും അറിയുന്നില്ല. ഇനിയും ബോട്ടിലങ്ങനെ കയറി ഇരുന്നിട്ട് നൈസായിട്ട് ഷൂസ് നോക്കണം. എന്തായാലും നല്ല തണുപ്പുണ്ട്. ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടും കാര്യമില്ല, കയ്യിൽ തണുക്കുന്നു. കുറേ നേരം കൊണ്ട് ഇത് പിടിക്കുമല്ലേ. എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും കുറേ ഏഷ്യക്കാരുണ്ട്, ഒരുപാട് ഏഷ്യക്കാരുണ്ട്. അതിപ്പം ഇവിടെ ആയാലും ഉണ്ടല്ലോ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, ഒരു ഓവറോൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വിചാരിച്ചൊന്നുമില്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ചെറിയ വില്ലേജ് ടൈപ്പ്. പക്ഷേ ഈ ആൽസും ഈ ലേക്കും ഒക്കെ ഒരുമിച്ചായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇവിടെ ജർമ്മനിയിലുള്ളവരൊക്കെ ആണെങ്കിൽ എളുപ്പം വരാം, വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം കൊണ്ട് വേണേൽ വന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോവാം. അല്ലാണ്ട് ഇനി നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും അങ്ങനെയും നോക്കാം. വലിയ സീനൊന്നുമില്ല. എൻ്റെ കൈ ഐസായി, അതുകൊണ്ട് ഞാൻ മറ്റേ കയ്യിലോട്ട് പിടിച്ച്. അപ്പോൾ നമ്മൾ നടന്നിട്ട് മുമ്പ് ട്രെയിനൊക്കെ കണ്ടില്ലേ, ആ കൺസ്ട്രക്ഷൻ്റെ സൈഡിൽ അവിടെ തിരിച്ചെത്തി. ഇതൊക്കെ കണ്ടോ, കിടിലൻ വ്യൂസ് നോക്ക്, അടിപൊളി, ഒരു രക്ഷയില്ല. ഈ ചില മൗണ്ടൻ്റെ അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റാത്തതാണ് ആക്ച്വലി. ആ ഫോഗിൻ്റെ ഒക്കെ പുറകെ വീണ്ടും മൗണ്ടൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ വലിപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര ഹൈറ്റിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ മേളിലാണ് ഉമാർ വലിഞ്ഞൊക്കെ കയറുന്നത്, മറ്റേ എവറസ്റ്റും കാര്യങ്ങളും. ഇവിടുത്തെ ഏറ്റവും വലിയ മൗണ്ടൻസ് ആണ് ഈ ആൽപ്സ്. പിന്നെ അതിൻ്റെ ഏത് റീജിയനാണ് ഏറ്റവും വലുതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ കുറേ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ക്യാമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമുക്ക്. നമ്മുടെ കൂട്ടത്തിൽ 2-3 നേരമൊക്കെ അങ്ങനെ മൗണ്ടൻ്റെ അടിയിൽ പോയി ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട് അതൊക്കെ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ. പക്ഷേ നടക്കുമോയെന്നറിയില്ല. ഇത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും ഒരു ഇതിന് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഗൈസ് എന്തോ ഒരു ജീവമാണ് ഗൈസ്. ആരേനാണോ എന്ത് തേങ്ങയാണിത്. കൊള്ളാം. എന്തായാലും നമ്മളെ കണ്ടിട്ട് അവിടുന്ന് എന്തെങ്കിലും ഫുഡും എല്ലാം കിട്ടുമെന്ന് നോക്കിയിട്ട് വന്നേയാവും. എന്തായാലും നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ അല്ലേ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ പോലെ ഒന്നും ഇരിക്കുമല്ലോ അല്ലേ, വ്യത്യാസമുണ്ട്. കടിക്കുമോ ഇത്? പട്ടിയോ? പുള്ളിക്കാരൻ വല്ല ഫുഡൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വന്നേ കേട്ടോ. ഇതിൻ്റെ മേളിലോട്ടൊക്കെ ഇതുണ്ടോ, അവിടെ വരെ വീടുകളുണ്ട്. എനിക്ക് ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളാണ് അതൊക്കെ. പക്ഷേ ഇവന്മാരൊക്കെ ഇത് എങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് താഴെയൊക്കെ എങ്ങനെ വരും? നല്ല പാടായിരിക്കും. കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് താഴെ. പക്ഷെ എന്നാലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചാൽ വയസ്സായവരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ എങ്ങനെ വലിഞ്ഞു കയറും? അവരെങ്ങനെയൊക്കെ കയറട്ടെ. നമ്മളൊരു കടയിലോട്ട് കയറി പോകുന്ന വീണേനെ എന്തോ മേടിക്കാനാണ് ദൈവത്തിനറിയാം. ഏതാണ്ടൊക്കെ ഉണ്ട്. സ്കീ ചെയ്യുന്ന സാധനം, സ്കീ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസ് കിട്ടുന്നൊരു കടയുണ്ട്. ഹെൽമെറ്റ്, അതിൻ്റെ ബാഗ്, ഒരു വീഡിയോസ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാൻ നല്ല രസമുണ്ട്. ഇതുണ്ടോ എന്തൊക്കെയോ സ്റ്റോൺ വെച്ചിട്ട് ഇവിടെ മറ്റേ സോൾട്ട് മൈൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ആർട്സാണ്. നല്ല ഭംഗിയുണ്ട്. അത്ര ചിലതൊക്കെ അങ്ങനെ വയ്ക്കുന്നുണ്ട്, അതായത് സ്റ്റോണായിട്ടാണ്. പക്ഷേ സ്റ്റോണൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഡയമണ്ട്സ് പോലെ ഇരിപ്പുണ്ട്. ഓരോരോ രൂപങ്ങളൊക്കെ. അത്യാവശ്യം ആനയൊക്കെ ഉണ്ട്. ആന, വേറെ എന്താ പറയുക, ആനയുള്ള രൂപമായിട്ടുള്ളത് അതൊക്കെയെല്ലാം. അത് കുതിരയുണ്ട്, കുതിര ശരിക്കും തൊടാനൊന്നും പറ്റില്ലായിരിക്കും. നല്ല പ്രൈസായിരിക്കും ഇതിനൊക്കെ.
അതിൻ്റെ മേളിൽ കണ്ടോ വാട്ടർഫോൾസ് ഉണ്ട്. അത് വെള്ളമാണ് താഴ്ത്ത് വന്നുകൊണ്ട് സൗണ്ട് ഞാൻ സൗണ്ട് കേട്ടിട്ടാണ് അങ്ങോട്ട് നോക്കിയത്. അപ്പം എന്താ വാട്ടർഫോൾസാണ് സംഭവം. അത് അവിടുത്തെ ടാക്സി ആയിരുന്നു. ഇവിടുത്തെ ടാക്സിയാണ് സംഭവം. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇത് എനിക്ക് തോന്നുന്ന മേളിൽ നിന്ന് വരുന്ന ഐസ് വാട്ടറാണ് സംഭവം. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ സാധനം കണ്ടിരുന്നു. ഭയങ്കര തണുപ്പ്. എൻ്റെ അമ്മ, ഓഫ് ഐസ് സാധനം. സ്പ്രിംഗ് വാസർ കുടിക്കുന്ന വെള്ളമാണ്. അത് മേളിൽ നിന്ന് വരുന്നതല്ല, കുടിക്കാനുള്ള വെള്ളം. നമുക്കിത് വേണം ഡയറക്റ്റ് കുടിക്കാം. പക്ഷേ ഇത്രയും തണുപ്പൊക്കെ കുടിക്കാമെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ നല്ല ടഫാണ്. സമ്മർ സമയത്താണെങ്കിൽ ചെയ്യുന്നില്ല, നമുക്കിത് കുടിക്കാം. പക്ഷേ ഈ ടൈമിലൊക്കെ ഇത് കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാർ വേണേൽ പിടിച്ച് കുടിക്കും കേട്ടോ. അത് വേറെ കാര്യം. ഇവർക്കിതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ഈ തണുപ്പും കാര്യങ്ങളൊന്നും. ഇവരുടെ ബോഡിക്ക് അതൊക്കെ പറ്റും. നമ്മളൊക്കെ എന്നെ കൊണ്ടൊന്നും ഒട്ടും പറ്റത്തില്ല. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഞാൻ വയ്യാണ്ടായി കിടക്കും. നമ്മൾ ആ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. ഷൂ വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ നല്ല സീനായിരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതിവിടെ കാണാൻ പറ്റിയില്ലല്ലേ. എന്നാലും അമ്പലമുണ്ടല്ലോ, ആ സംഭവമാണ്. എന്തോ എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കഫേയാണ്, റെസ്റ്റോറൻറ്റാണ്. അതേതോ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് മേപ്പോട്ട് കുഴപ്പമൊന്നുമില്ല. മേപ്പോട്ട് വഴി പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. നടന്ന് പോയാൽ ചിലപ്പോൾ ഇങ്ങനെ നടന്ന് മേളിൽ വരെ പോകാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ചെന്നിട്ട് ഇവിടെ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുറേ വഴികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ വിചാരിച്ചത് ഇവിടെ ആരാണ്ട് ഇരിക്കുമെന്ന് കേട്ടോ. ഇത് പാവയായിരുന്നു. ഞാൻ ഇങ്ങനെ അനങ്ങണ്ടിരിക്കുന്നത്. ഇത് വന്ന് ഇല്ല പറ്റില്ല, മേളോട്ടല്ല, നമ്മൾ ആ വന്ന വഴി തന്നെ അങ്ങോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. റിവറോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിയിട്ട് വരാം. എന്തോ റിവറോ മറ്റോ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ വഴിയൊക്കെ അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, നൈസ്. പക്ഷേ അതിനകത്ത് കയറാൻ പറ്റത്തില്ല, പൂട്ടി ഇട്ടേക്കുക. ജസ്റ്റ് ചെറിയൊരു അരുവി പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ ചേട്ടൻ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടാ ബൈ. ചേട്ടൻ്റെ ബായൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് താഴോട്ട് പോവാം. അതാണ്ട് അവർ ഇറങ്ങി വരുന്നേ ഉള്ളൂ. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ഒക്കെ കാണും തപ്പണ്ടി വന്നേനെ. ഒരു അടിപൊളി ബ്യൂട്ടിയിട്ടുണ്ട്. മാറുന്നു യൂട്യൂബറെ ശല്യം ചെയ്തത് കൊള്ളാമല്ലേ. നല്ല എനിക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുന്ന ആ റിവറിൻ്റെ സൈഡിലോട്ടായിരിക്കും. അടിപൊളി സൗണ്ട്. ഇവിടെ മഞ്ഞില്ല. ഇതെന്താ മഞ്ഞൊക്കെ വീഴാത്ത? ഉണ്ട്, മഞ്ഞുണ്ട്. എന്തോ റെസ്റ്റോറൻറ്റ് കാര്യമുണ്ട് കേട്ടോ. അതെ ക്ലോസ്ഡ് ആണ്. വാ അടിപൊളി. കിടില സാധനം. ഇതെന്തോ റെസ്റ്റോറൻറ്റോ, പക്ഷേ അടിപൊളി ആംബിയൻസ് ആയിരിക്കും പുറത്തിരുന്നിട്ട്. പക്ഷേ ഈ മഞ്ഞത്തൊക്കെ പുറത്തിരുന്നിട്ട് എങ്ങനെയാണ്? അവിടെ എന്തെങ്കിലും ഇട്ടിരുന്നയാവും. അത് പിന്നെ എടുത്ത് മാറ്റിയതാണ്. ഇപ്പം എന്തോ മാറ്റിയതേ ഉള്ളൂ. കാരണം ഇപ്പം സ്നോഫോൾ കുറഞ്ഞല്ലോ അല്ലേ? അത്യാവശ്യം കുറഞ്ഞു സ്നോഫോൾ. എൻ്റെ കാല് തണുത്തിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ആരോടെ ഈ പറയുന്നത്? ചവിട്ടി വളർത്തിയിട്ടാലോ. പുള്ളി നീന്തുമായിരിക്കും. ആവും, ആർക്കറിയാം. ഇവിടെയൊക്കെ കറങ്ങി വന്നിട്ട് എന്ത് ലൈഫ്. താജ്മഹൽ താണ്ട് ഇതുണ്ടോ ഇവിടെ? ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് താജ്മഹൽ കണ്ടോ? ഇന്ത്യയുടെ പവർ. കൊള്ള സാധനം. അതിഷ്ടപ്പെട്ടു. അവരുടെ
വേറെ ഏതൊരു പേഴ്സണൽ ലാപ്ടോപ്പാണ്. ഇത് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പം വീഡിയോ ഇച്ചിരി ക്ലിയർ ആയില്ല. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്നോഫോൾ അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ പോലെയല്ല. സ്നോഫോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം വ്യൂസും അത്ര ഫോഗൊക്കെ പോയോണ്ടേ നല്ല ക്ലിയർ വ്യൂ കിട്ടുന്നുണ്ട് കണ്ടോ. നമ്മൾ രാവിലെ ഇവിടെ പോയപ്പോൾ ഫുള്ള് മഞ്ഞ് പോലെ നല്ല മൂടിക്കിടക്കുമായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. രാവിലെ ബോട്ട് വന്നിറങ്ങിയ സ്ഥലമാണ് ഇത്. അപ്പം നമുക്ക് ടിക്കറ്റ് അതിലുണ്ട്. അത് ടൈം ഒന്നും കൊടുത്തു കാണില്ലല്ലോ. തപ്പിയൊന്നുമല്ല, എൻ്റെ കൈ തണുത്തിട്ട് ഞാൻ പോക്കറ്റിലിട്ടതാ ഫോൺ. ടിക്കറ്റ് ഞാൻ ഫോണിൻ്റെ ബാക്കിലാണ് വെച്ചേക്കുന്നത്. എന്തായാലും ഫോൺ കയ്യിലുണ്ടല്ലോ. നമ്മളിപ്പം എങ്ങനെയൊക്കെയോ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ബോട്ടിനകത്ത് കയറി. കാലൊക്കെ ഐസായെന്ന് പറഞ്ഞാൽ കറക്റ്റ് എൻ്റെ കാലെനിക്ക് ഫീൽ പോലും ചെയ്യുന്നില്ല. നല്ലതായിട്ട് ഐസായിട്ടുണ്ട്. കുറേ നേരം വെള്ളം ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിനുള്ളിൽ കയറിയത്. കുറേ പേരൊക്കെ നിൽപ്പുണ്ട്. ആരൊക്കെ കയറ്റുമെന്തോ. കാരണം നമുക്കിപ്പം കറക്റ്റ് ആ സമയത്ത് അവിടെ ചെന്നാലേ നമുക്ക് ബോട്ട് കിട്ടത്തുള്ളൂ. ബോട്ടല്ലല്ലോ, ട്രെയിൻ. അതുകൊണ്ട് നമ്മളിപ്പം ബോട്ടിൽ വെയിറ്റിംഗ് ആണ്. രാവിലെ ഒരാൾ കിടിലം പൂട്ടാന്നൊക്കെ പറഞ്ഞ് വന്നയാ. കാവടി തുള്ളി വന്ന ആളാ. ഞാനാണ്, എനിക്ക് രാവിലെ അറിയാറും തണുക്കുമെന്ന്. പക്ഷേ കൊണ്ട് ഇവിടെ ഒരാള് കാലൊന്ന് അനങ്ങുന്ന പോലെ എന്നൊക്കെ ആവുന്നു. ബോട്ടിപ്പോൾ എടുത്തു, നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നല്ലൊരു ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ അടുത്ത തവണ തൊട്ട് നിന്നെ കൊണ്ടുവരും. ഇവൻ്റെ കയ്യിൽ എൻ്റെ ബോർഡിംഗ് പാസ് ഉണ്ട്. ഇവൻ്റെ കയ്യിൽ എന്നെ വെള്ളത്തിൽ ചവിട്ടി ഇട്ടാലേ. ഞാൻ ബോട്ടിൻ്റെ ടിക്കറ്റ് വെച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കി. അപ്പോൾ ഇപ്പോൾ എൻ്റെ പാസ്പോർട്ട് ബോർഡിംഗ് പാസ് എല്ലാം ചെങ്ങാടയില്ല. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ ഹോംലെസ് പേഴ്സണാ ഞാനിവിടെ കിടന്ന് രാവിലെ പൈസ കെട്ടിയിട്ടിരിക്കാം. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഫോട്ടോ ഇറങ്ങിയിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുക. ട്രെയിൻ 2 മിനിറ്റോ 1 മിനിറ്റോ എന്തോ ലേറ്റാണ്. അപ്പം കുഴപ്പമില്ല, നമുക്ക് ട്രെയിൻ കിട്ടും, വലിയ സീനില്ല. നമ്മൾ രാവിലെ വന്ന വഴിയാണ്. എൻ്റെ കാല്. അപ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ടോ, മറ്റേ ആനിമേലൊക്കെ റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട്. എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ. അടിപൊളിയോ, രക്ഷയില്ല. അവിടെ വരെ പോകാൻ പറ്റുള്ളായിരിക്കും, അതാണ് ആ സൈൻ വെച്ചേക്കുന്നത്. ഇവിടുന്ന് നമ്മളിതേ അവർ ആ ബോട്ട് കണ്ട് വീണ്ടും തിരിച്ചു പോകുന്ന ആളെ കയറ്റിക്കൊണ്ട്. ഈ വട്ടം കുറച്ചാളേ ഉള്ളൂ. എനിക്കൊന്ന് അതൊക്കെ അവിടെ രാത്രിയിലെ സ്റ്റേ ചെയ്യാൻ വേണ്ടി റൂം എടുത്തവരൊക്കെ ആയിരിക്കും. അല്ലെ ഇപ്പോൾ രാത്രി പോയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇതുവഴിയൊക്കെ വലിഞ്ഞു കയറാൻ വേണമെങ്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന സെറ്റായിരുന്നു. ഞങ്ങളൊക്കെ വലിഞ്ഞു കയറി അവിടെ ഇവിടെയൊക്കെ നടക്കായിരുന്നു. പക്ഷേ ഈ വിൻ്ററിൽ നടക്കില്ല. വിൻ്ററിലൊക്കെ വലിഞ്ഞു കയറി തെന്നി പോയി കഴിഞ്ഞാൽ, പക്ഷെ ബാരിയർ പോലെ എന്തോ വെച്ചിട്ടുണ്ട്. നാട്ടിലെ പോലെയൊന്നും അല്ല, അവർ പക്ക സേഫ്റ്റിയും കാര്യങ്ങളുമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് ചെയ്താലും ആ സേഫ്റ്റിയുടെ കാര്യം ഒരു ഭയങ്കര മെയിനായിട്ട് നോക്കുന്നത്. ഇതുണ്ടോ, നൈസല്ലേ, എന്ത് ഭംഗിയാണ്. നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. എന്നിട്ട് നമ്മളിപ്പം ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാം. കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണീച്ച് വീട്ടിൽ പോകണം. അപ്പം വേറെ ഒന്നുമില്ല, കോഫി കുടിച്ചു, എല്ലാവരും കോഫി കുടിച്ചു, അവനും കോഫി കുടിക്കുന്നു. അപ്പം ബൈ, ടാറ്റ.